വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി ജെ.എസ്. സിദ്ധാർത്ഥന്റെ ആത്മഹത്യയിൽ പ്രതികളായ വിദ്യാർത്ഥികളെ ഡീബാർ ചെയ്ത സർവകലാശാല നടപടി ഹൈക്കോടതി റദ്ദാക്കി. വിദ്യാർത്ഥികൾക്കുള്ള 3 വർഷത്തെ അഡ്മിഷൻ വിലക്കും സിംഗിൾ ബെഞ്ച് റദ്ദാക്കി. പുതിയ അന്വേഷണം നടത്താൻ സർവകലാശാല ആന്റി റാഗിംഗ് സ്ക്വാഡിന് ഹൈക്കോടതി നിർദ്ദേശം നൽകി. സാലി ചേരുന്നു. സാലി, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അതായത് ഈ വിദ്യാർത്ഥികൾ, നടപടിക്കിരയായ വിദ്യാർത്ഥികളാണ് കോടതിയെ സമീപിച്ചത്. അവർക്ക് നേരത്തെ തന്നെ അവരുടെ ഹർജിയിൽ പരീക്ഷ എഴുതാനും മറ്റും കോടതി അനുവാദം നൽകിയിരുന്നു. ഇപ്പോൾ അത് വിശദമായ വാദം കേട്ട് സിംഗിൾ ബെഞ്ച് പറഞ്ഞത് അവരെ ഡീബാർ ചെയ്ത നടപടി റദ്ദാക്കിയിട്ടുണ്ട്. സർവകലാശാല ഈ കേസ് വന്നതിനെ തുടർന്ന് ഈ വിദ്യാർത്ഥികളെ ഡീബാർ ചെയ്തിരുന്നു. ഒപ്പം 3 വർഷത്തേക്ക് ഇവർക്ക് ഇനി അഡ്മിഷൻ നൽകാനാവില്ല എന്നൊരു അഡ്മിഷൻ വിലക്കും ഏർപ്പെടുത്തി. ഇത് രണ്ടും റദ്ദാക്കണമെന്നായിരുന്നു ഇവരുടെ ആവശ്യം. അതുകൊണ്ട് അത് പരിഗണിച്ച കോടതി ഈ 2 ആവശ്യങ്ങളും അംഗീകരിച്ചു. അതായത് പ്രതികളായ വിദ്യാർത്ഥികളെ ഡീബാർ ചെയ്ത് സർവകലാശാലയുടെ നടപടി റദ്ദാക്കി. വിദ്യാർത്ഥികൾക്കുള്ള 3 വർഷത്തെ അഡ്മിഷൻ വിലക്കും സിംഗിൾ ബെഞ്ച് റദ്ദാക്കി. ഒപ്പം തന്നെ പുതിയ അന്വേഷണം നടത്താൻ യൂണിവേഴ്സിറ്റിയിലെ ആന്റി റാഗിംഗ് സ്ക്വാഡിന് സിംഗിൾ ബെഞ്ച് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ പുതിയ അന്വേഷണം പൂർത്തിയാകുന്നതുവരെ ഈ കുട്ടികൾക്ക് പഠനം തുടരാൻ, ഈ പ്രതികളായ വിദ്യാർത്ഥികൾക്ക് പഠനം തുടരാൻ അവസരം നൽകണം. 4 മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കണം. ഇതാണ് കോടതി ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. തങ്ങൾക്കെതിരെയുള്ള നടപടിക്രമങ്ങൾ പാലിക്കാതെയും കാര്യങ്ങൾ പരിശോധിക്കാതെയും ഒക്കെയാണ് എന്നായിരുന്നു ഈ ഹർജിക്കാരായ വിദ്യാർത്ഥികളുടെ ആവശ്യം. അതാണ് കോടതി പരിഗണിച്ചത്. ഏതായാലും അവർക്കിനി പഠനം തുടരാം. അവരുടെ പഠനവും പരീക്ഷയും ഒന്നും മുടങ്ങില്ല. മറ്റു നിയമ നടപടികൾ, CBI അന്വേഷണമൊക്കെ നടക്കുകയാണ്. അത് പുരോഗമിക്കും. പക്ഷേ അവർക്ക് പഠന കാര്യങ്ങളിൽ വിലക്കുണ്ടാവില്ല എന്നാണ് ഇപ്പോൾ കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. സാലി, ഏത് സാഹചര്യത്തിലാണ് ഇവർക്ക് ഈ ഒരു ആനുകൂല്യം നൽകാൻ ഹൈക്കോടതി തയ്യാറാവുന്നത്? കാരണം ഈ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് പ്രതി ചേർക്കപ്പെട്ട ആൾക്കാരാണ്, അന്വേഷണം നേരിടുന്ന വിദ്യാർത്ഥികളാണ്. ഈ വിഷയങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് തന്നെയല്ലേ ഈ ഒരു ഇളവ് ഹൈക്കോടതി ചെയ്തിരിക്കുന്നത്? ഈ പ്രതികളാണെങ്കിൽ പോലും അവരുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ മുടക്കം വരരുത് എന്ന പരിഗണനയായിരിക്കും കോടതി നൽകിയിട്ടുണ്ടാവുക. ഈ കേസിന്റെ മെറിറ്റൊന്നും അല്ല കോടതി പരിശോധിച്ചത്. ഈ പ്രതികൾ ആവശ്യപ്പെട്ടത് തങ്ങളുടെ പഠനം മുടങ്ങിയിരിക്കുന്ന സാഹചര്യമാണുള്ളത്. ആ സാഹചര്യത്തിൽ പഠനം തുടരാനും പരീക്ഷ എഴുതാനും ഡീബാർ ചെയ്ത നടപടി റദ്ദാക്കാനും ഒക്കെ ഉള്ള സാഹചര്യം വേണം എന്നതായിരുന്നു ആവശ്യം. അതാണ് കോടതി പരിഗണിച്ചത്. മറ്റ് കേസിന്റെ മെറിറ്റിലേക്ക് ഒന്നും കോടതി പോയില്ല. കോടതി ആ ഹർജിയുമല്ല പരിഗണിച്ചത്. CBI അന്വേഷണം നടക്കുകയാണ്. കോടതി ഇപ്പൊ പരിഗണിച്ചത് ഈ വിദ്യാർത്ഥികളുടെ ഈ പ്രയർ മാത്രമാണ്. ആ പ്രയർ കോടതി അനുവദിച്ചു. അവരുടെ പഠനം മുടങ്ങണ്ട എന്ന് തന്നെയാണ് കോടതി കരുതുന്നത് എന്ന് മനസ്സിലാക്കാം. ഇവർക്ക് കോളേജിൽ നേരിട്ട് അധ്യയനത്തിൽ പങ്കെടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം രൂപപ്പെടുമോ? അത് കോടതിയുടെ ഉത്തരവ് പരിശോധിച്ചാലേ വ്യക്തമാകൂ. എന്താണ് അതിന്റെ ക്രൈറ്റീരിയ എന്നത് കോടതിയുടെ ഓർഡറിന്റെ കോപ്പി കിട്ടിയാൽ മാത്രമേ നമുക്ക് മനസ്സിലാവൂ. തീർച്ചയായും. സാലിയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.